ഒരിടവേളയ്ക്ക് ശേഷം സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് കരുതിയെങ്കിൽ അതിനെ താറുമാറാക്കും വിധം പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇറാൻ. ഇറാൻ്റെ യുദ്ധകാഹളം അതിനെ തിരിച്ചടിക്കാനായി ഇസ്രയേലും മുച്ചൂടും മുടിക്കാനായി രംഗത്തിറങ്ങുമെന്ന് വെല്ലുവിളി ഉയർത്തുന്നു. മറുഭാഗത്ത് ലെബനനിൽ ഹമാസിൻ്റെ തലവനെ വകവരുത്തുകയാണ് IDF. ഡ്രോൺ ആക്രമണത്തിലൂടെ ഹമാസ് തലവനെ കൊലപ്പെടുത്തി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രയേൽ എന്നാണ് അതിന് പിന്നാലെ അറിയാനായി സാധിച്ചിരിക്കുന്നത്. ഇസ്രയേലിനെതിരെ വീണ്ടും ഭീഷണി മുഴക്കി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സീനിയർ ഡെപ്യൂട്ടി കമാൻഡറായിട്ടുള്ള അലി ഫദാവി രംഗത്ത് വന്നതോടെയാണ് ഇറാനുമായി നേർക്കുനേർ ഏറ്റുമുട്ടാനുള്ള ഒരു സാധ്യത കൂടി ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 യുദ്ധ നടപടി ശരിയായ സമയത്ത് നടക്കുമെന്നാണ് ഫദാവി ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇറാൻ ഇന്റർനാഷണൽ തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇറാൻ ഇസ്രയേലുമായൊരു വലിയ ഏറ്റുമുട്ടലിലേക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അടുത്ത സംഘർഷം ഉടലെടുക്കാൻ പോകുന്നത് ഈ രണ്ടു രാജ്യങ്ങൾ തമ്മിലായിരിക്കും. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ ഒക്ടോബർ മാസത്തിലൊക്കെ തന്നെ ഇറാൻ ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. 200-ലധികം മിസൈലുകൾ പായിച്ചത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ശക്തമായ പ്രതിരോധ സംവിധാനത്തിലൂടെ അയൺ ഡോമിലൂടെ 90%-ലധികം മിസൈലുകളെയും ആകാശമേഖലയിൽ വെച്ച് തന്നെ വ്യോമപാതയിൽ വെച്ച് തന്നെ നിർവീര്യമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ IRGC ശക്തമായ ആക്രമണത്തിന് കോപ്പുകൂട്ടുന്നുവെന്നുള്ള സൂചന നൽകുന്നു. ഇസ്രയേലിനെതിരെ ആക്രമണം കടുപ്പിക്കുമെന്ന വെല്ലുവിളിയാണ് ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ വെല്ലുവിളിച്ച IRGC തലവനെ തന്നെ ഇല്ലായ്മ ചെയ്യുമെന്നാണ് ഇസ്രയേൽ ഇപ്പോൾ മറുപടിയായി നൽകുന്നത്. ലോകത്തിലെ ദുഷ്ടന്മാർ നമുക്കെതിരെ യുദ്ധം ചെയ്യാത്ത ഒരു ദിവസം പോലും ഇതുവരെ കടന്നുപോയിട്ടില്ല എന്നാണ് ഫദാവി പറയുന്നത്. അമേരിക്കയെ ഏറ്റവും വലിയ പിശാചായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. നമുക്കൊപ്പം യുദ്ധം ചെയ്യുന്നവരും അവർക്കൊപ്പം ഉണ്ടെന്നാണ് ഫദാവി പറയുന്നത്. ഇറാന്റെ സ്ഥാപകൻ ആയത്തുള്ള റഹുള്ള ഖമീനിയാണ് 1979 നവംബർ 5 അമേരിക്കയെ ഏറ്റവും വലിയ പിശാചും മുറിവേറ്റ പാമ്പുമാണെന്ന് ആദ്യമായി പറഞ്ഞത്. തൊട്ടു പിന്നാലെ ഫദാവി രംഗത്ത് വരുന്നു. ഇറാൻ ഇപ്പോൾ ഒരു യുദ്ധം തുടങ്ങാൻ എന്തുകൊണ്ട് തയ്യാറെടുക്കുന്നു എന്ന് ചോദിച്ചാൽ പലവിധ കാരണങ്ങളുണ്ട്. ഇപ്പോൾ അസ്ഥിരപ്പെടുത്തുന്ന ഒരു സാഹചര്യം പശ്ചിമേഷ്യയിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ഇറാന് സാധിച്ചാൽ അതിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങളും വളരെ വലുതു തന്നെയായിരിക്കും. ഇറാന്റെ ആണവ ശക്തിയെ അടക്കം നിർവീര്യമാക്കാനുള്ള നീക്കങ്ങൾ അമേരിക്ക തയ്യാറെടുക്കുമ്പോൾ, അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ വലിയൊരു കോപ്പുകൂട്ടലായി തന്നെയാണ്, ഒരു വലിയ സൈനിക ശക്തിയായി ഇറാൻ വളർന്നു വരുമെന്ന് ലോകത്തിനെ ബോധിപ്പിക്കാൻ കൂടിയാണ് ഈ വെല്ലുവിളിയും. ഇറാൻ ഒരു ആണവ ബോംബ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ്. ആണവ ശക്തിയായി വളർന്നു വരാനും ഇറാന് അതിയായ താല്പര്യമുണ്ട്. പക്ഷേ ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞർ എവിടെയിരുന്നാലും പതിയിരുന്ന് കൊലപ്പെടുത്താൻ മൊസാദും ഇസ്രയേലും കഠിന പരിശ്രമം ഇക്കാലയളവിലൊക്കെ തന്നെ നടത്തിയിരുന്നു. ഒരു കാരണവശാലും ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങൾ എത്താൻ പാടുള്ളതല്ല. അങ്ങനെ എത്തിയാൽ ലോകത്തിന് തന്നെ വിപത്താണെന്ന് അമേരിക്ക അടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇസ്രയേലും അമേരിക്കയും ഒരു ഇസ്ലാമിക രാജ്യത്തിനും ഒരു തരത്തിലുമുള്ള ആണവ ബോംബ് സ്വന്തമാക്കാനുള്ള സാഹചര്യം ഒരുക്കില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞയിൽ തന്നെയാണ്. മാരകമായ ബോംബ് ഉണ്ടാക്കാനുള്ള അവരുടെ സാധ്യതകളെ പോലും അങ്ങനെ നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുന്നു. നിരന്തരമായി ഇതിനെ തടയാനും അതിനെ തകർക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നു. എന്നാൽ ഇതിനെ മറികടക്കുക അതുതന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. ഇല്ലായെങ്കിൽ ഇനിയുള്ള കാലമൊക്കെയും ഇതിൽ അടിമപ്പെട്ട് ജീവിക്കേണ്ടി വരുമെന്ന തിരിച്ചറിവാണ് IRGC ഇറാൻ ഭരണകൂടത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇറാനുമേൽ ഒന്നിനു പുറകെ മറ്റൊന്നായി അമേരിക്ക തുടരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇറാൻ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധം നടത്തി കഴിഞ്ഞാൽ അതിനെ തച്ചു തകർക്കാനുള്ള നീക്കങ്ങൾ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. മറുഭാഗത്ത് അമേരിക്ക ഉപരോധമായും വ്യാപാര മേഖലയിലടക്കം വലിയ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സമാധാനത്തിന്റെ വഴി എന്ന രീതിയിൽ ഇറാനെ ആക്രമിക്കാതെ മറ്റു രീതിയിലുള്ള നീക്കങ്ങൾ നടത്താനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത്. ഒരു യുദ്ധത്തിലേക്ക് ഇടപെടാനായി തങ്ങൾക്ക് താല്പര്യമില്ല. മറിച്ച് ഉപരോധങ്ങളിലൂടെയും നയപരമായ തീരുമാനങ്ങളിലൂടെയും ഏത് രാജ്യങ്ങളെയും കീഴ്പ്പെടുത്താൻ അമേരിക്കയ്ക്ക് സാധിക്കും. ഇറാനിൽ ബോംബിട്ട് നിരപരാധികളെ കൊല്ലാനായി നിലവിൽ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. പക്ഷേ ഒരു കാരണവശാലും ഒരു കാലത്തും ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ ഇറാൻ ആഗ്രഹിക്കുകയേ വേണ്ട. അങ്ങനെ ഒരു പിടിവാശി നിങ്ങൾക്കുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ഉപേക്ഷിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ചർച്ചകൾ നടത്താൻ തയ്യാറാണ്. ഇറാൻ നല്ലൊരു രാജ്യമായി മറ്റുള്ള രാജ്യങ്ങളെപ്പോലെ ഉയർന്നു വരാനായി തങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മോശകരമായ ചിന്തകൾ മനസ്സിൽ കയറിക്കൂടിയാൽ അതിനെ ഉന്മൂലനം ചെയ്തതിൽ നിന്നും അമേരിക്ക ഒരടി പോലും പിന്നോട്ട് പോകില്ല എന്ന് കൂടിയാണ് പറയുന്നത്. അണവായുധമില്ലാത്ത രാജ്യമായി ഇറാൻ അങ്ങനെ മാറണമെന്നാണ് ട്രംപ് കാണുന്ന സ്വപ്നം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇറാന്റെ ആണവ സ്വപ്നങ്ങളെ പരസ്യമായി എതിർക്കുകയാണ്. ആണവ ഭീഷണിയെ ശക്തമായി വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്.
ട്രംപുമായിട്ടുള്ള ആണവ കരാർ അന്തിമമാക്കിയിട്ടില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക പോലും ചെയ്തിരുന്നു ഇസ്രയേൽ. ഇതിനോടകം തന്നെ ഇസ്രയേൽ ആക്രമണത്തിനും കോപ്പ് കൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൻ്റെ വഴിയെ ഇറാനും ഇസ്രയേലും സഞ്ചരിക്കുമോ എന്നുള്ളതാണ് ലോകത്തെ ഏറെ ആശങ്കപ്പെടുത്തുന്നത്. ഇതിനിടയിലാണ് ലെബനിലെ ഹമാസിൻ്റെ തലവൻ മുഹമ്മദ് ഷഹീൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ഇസ്രയേൽ തന്നെ പങ്കുവയ്ക്കുന്നത്. തെക്കൻ ലെബനിൽ കഴിഞ്ഞ ദിവസം ഒരു ഡ്രോൺ ആക്രമണം നടത്തിയതിലൂടെയാണ് ഇത്രയും കാലം ഇസ്രയേലിന് തലവേദനയായിരുന്ന IDF-ന് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ച മുഹമ്മദ് ഷഹീനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞതെന്നും ഇസ്രയേൽ പറയുന്നു. സൈന്യവും ഷിൻബെറ്റ് ആഭ്യന്തര സുരക്ഷാ വിഭാഗവും സംയുക്തമായി ചേർന്ന് നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് തീരദേശ നഗരത്തിൽ കാറിന് നേരെയുണ്ടായ ഈ ഡ്രോൺ ആക്രമണത്തിൽ മുഹമ്മദ് ഷഹീനെ കൊലപ്പെടുത്താൻ കഴിഞ്ഞത്. സ്ഫോടനത്തിൽ ഒരു കാർ നിന്ന് കത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. സിദനിലെ മുനിസിപ്പൽ സ്പോർട്സ് സ്റ്റേഡിയത്തിന് സമീപത്തുള്ള സൈനിക ചെക്ക് പോസ്റ്റിനടുത്ത് വെച്ചാണ് ഷഹീന് നേരെ ആക്രമണമുണ്ടായത്. ഇസ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി തെക്കൻ ലെബനിൽ നിന്നും ഇസ്രയേൽ പിന്മാറുന്നതിനുള്ള അവസാന ദിവസം കൂടി ഇന്നേക്കായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ ഉണ്ടെങ്കിൽ പോലും തെക്ക് പടിഞ്ഞാറ് ലെബനിൽ ഇപ്പോഴും വ്യോമാക്രമണം രൂക്ഷമായി തന്നെ നടക്കുന്നു. ഇസ്രയേൽ അത് അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ള സൂചന നേരത്തെ തന്നെ ലഭ്യമായിരുന്നു. ഇറാന്റെ തന്നെ എല്ലാ തരത്തിലുമുള്ള സഹായത്തോടു കൂടിയാണ് ഇസ്രയേലിന് നേർക്ക് പല തവണയായി ഹിസ്ബുള്ള ആക്രമണങ്ങൾ നടത്തിയത്. അതുകൂടാതെ ഇയാളും പദ്ധതിയിട്ടിരുന്നു. അതിനെ തകർക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയതായി ഇസ്രയേലും വ്യക്തമാക്കുന്നത്.